ആ സ്മരണകളും നമുക്കറിയാം. നമ്മുടെ പുതിയ തലമുറ ബ്രൂണോയെ പോലുള്ള ഗലീലിയെ പോലുള്ള എത്ര ആളുകളെ ഇന്ന് മനസ്സിലാക്കുന്നു എന്നറിയില്ല. എന്തായാലും നമ്മളും വളരെ കാലത്തിന് ശേഷമാണ് ബ്രൂണോയെ അനുസ്മരിച്ചുകൊണ്ടൊരു സമ്മേളനം നടത്തുന്നത്. ആ സമ്മേളനത്തെ ശാസ്ത്രവും സമൂഹവും എന്ന വിഷയവും ലിങ്ക് ചെയ്തുകൊണ്ട് കാർത്തികേയൻ സാർ സംസാരിക്കും. രാമേന്ദ്രൻ സാർ സംസാരിക്കുന്നു. കുറിച്ച് വളരെ വിശദമായി ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുവാൻ കുറച്ച് സമയം എടുക്കും. നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് അച്ചടി. ഗുട്ടൻബർഗാണ് അത് കണ്ടുപിടിച്ചത് എന്ന് നമുക്കറിയാം. അത് യൂറോപ്പിലാണെന്നും നമുക്കറിയാം. ആദ്യം അച്ചടിച്ചത് ബൈബിളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ആ പ്രസ് ഇട്ടിരുന്നത്. അച്ചടിച്ച ബൈബിൾ വിൽക്കുന്നതിന് വേണ്ടി മറ്റാരെയും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം തന്നെ ഒരു ചാക്കിൽ വാരി കെട്ടി തെരുവിലേക്കിറങ്ങി. ആദ്യത്തെ ബൈബിള് വിറ്റുപോയി. ഉടൻ തന്നെ രണ്ടാമത്തെ ബൈബിള് മേശപ്പുറത്ത് വന്നു. അപ്പം ഈ മടിക്കടി ബൈബിൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പരിചയമുള്ള മാസങ്ങളും ആഴ്ചകളും എടുത്ത് എഴുതുന്ന ബൈബിളാണ് ഇത്. ഒരേ സമയത്ത് നിരവധി ബൈബിൾ. അപ്പൊ ഇദ്ദേഹത്തിനെ അതും ബൈബിൾ അത് ഇദ്ദേഹത്തിനെ ചെകുത്താൻ ആവേശിച്ചതാണ്. ചെകുത്താന്റെ സന്താനമാണ് ഇദ്ദേഹം എന്നൊരു വ്യാപകമായ പ്രചരണം വരികയും ഇത് കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരുടെ മുമ്പിലെത്തുകയും പുരോഹിതന്മാരുടെ പിണിയാളുകൾ ഇദ്ദേഹം തെരുവിൽ നിന്ന് രണ്ടാം ദിവസം കല്ലെറിഞ്ഞോടിക്കുകയും ചെയ്തതായി ഗുട്ടൻബർഗിനെ കുറിച്ച് നമ്മൾ വായിക്കും. ഈ ഗുട്ടൻബർഗിന്റെ അതേ കാലഘട്ടത്തിലാണ് ബ്രൂണോ ജീവിച്ചിരുന്നത് എന്നും പരന്ന ഭൂമിയെ ഉരുട്ടിയെടുത്തത് അദ്ദേഹമാണോ എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ എന്തായിരിക്കും അന്നത്തെ സ്ഥിതി? അപ്പൊ ആ ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ഈ സൗരയൂഥ സിദ്ധാന്തമൊക്കെ കോപ്പർനിക്കസൊക്കെ അവതരിപ്പിക്കുന്നത്. അവരെ ചുട്ടുകൊന്നു എന്ന് പറയുന്നത് ഒരു അതിശയോക്തിയുമില്ല. കാര്യം അത്തരം ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ആയിരുന്നു ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ അവർ നിരത്തി വെച്ചത്. ഒരിക്കലും പുരോഗമനവും പൗരോഹിത്യവും തമ്മിൽ ഒന്നിച്ചു പോകില്ല. രണ്ട് എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തിന്റെ മുന്നേറ്റം വന്നപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ഒക്കാതെ വന്നപ്പോൾ പൗരോഹിത്യം ഒരു പുത്തൻ സമ്പ്രദായം പ്രത്യേകിച്ച് ഇന്ത്യയിൽ അവതരിപ്പിക്കുകയാണ്
സംഭവം ഇതാണ്. ഐതിഹ്യത്തെ ചരിത്രവൽക്കരിക്കുകയും ചരിത്രത്തെ ഐതിഹ്യവൽക്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന സംഭവം. നമുക്കറിയാം, ഇലിയഡ് ഒഡീസിയും ഇന്നും യൂറോപ്പിൽ അച്ചടിക്കപ്പെടുന്നു, ആളുകൾ വായിക്കപ്പെടുന്നു ഒരു പൗരാണിക കൃതികൾ എന്നുള്ള നിലയിൽ. നമുക്കുമുണ്ട് രാമായണവും ഭാരതവും. നമ്മുടെ രാമായണം ചരിത്രമായി, ചരിത്രത്തിലെ കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളായി, ആ കഥാപാത്രങ്ങൾ പിന്നെ ദൈവങ്ങളായി, ദൈവങ്ങൾക്ക് പിന്നെ ക്ഷേത്രങ്ങളായി, ആ ക്ഷേത്രങ്ങൾ പിന്നെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു, അധികാരത്തിനുള്ള ചവിട്ടുപടിയായത് ഉപയോഗിക്കപ്പെടുന്നു എന്നും നമ്മൾ കണ്ടത്. അപ്പോൾ NGS നാരായണൻ പറഞ്ഞതുപോലെ ഈ വാൽമീകിയെ ചരിത്രകാരനാക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ചെയ്യാവുന്ന ഒരു സർഗധനായ ഒരു കവിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ അതിനെ ചരിത്രവൽക്കരിക്കപ്പെടുകയാണ്. മഹാഭാരതമായാലും രാമായണമായാലും. മഹാഭാരതത്തിന് ഇപ്പൊ മധുരയിലെ സംഭവം വരാൻ പോകുന്നേ ഉള്ളൂ. കാര്യം ഒരു മതിലിന്റെ അപ്പുറത്താണ് പള്ളിയും, അതിന്റെ ഇപ്പുറത്ത് ശ്രീകൃഷ്ണൻ പ്രസവിച്ചു എന്ന് പറയും, ശ്രീകൃഷ്ണനെ പ്രസവിച്ചു എന്ന് പറയുന്ന മുറിയും, ശ്രീകൃഷ്ണൻ കിടത്തി ശ്രീകൃഷ്ണനെ ആട്ടി എന്ന് പറയുന്ന തൊട്ടിലുമൊക്കെ കെട്ടിത്തൂക്കി നമുക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റും. ഇതെന്താണ് പൊട്ടിത്തെറിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്കും സംഗതി. കാര്യം മഹാഭാരതത്തിനെ ചരിത്രവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഇനി ചരിത്രത്തെ ഐതിഹ്യവൽക്കരിക്കുന്ന സംഭവം നമുക്ക് ഇവിടെയാണ് ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കും. കാര്യം നാരായണ ഗുരു 5 ദളിത് കുട്ടികളെ ദത്തെടുത്ത കഥ അധികം പുസ്തകങ്ങൾ പരാമർശിക്കപ്പെട്ടില്ല. 1 2 2000-ഓളം പിന്നെ ജീവചരിത്ര കൃതികൾ നാരായണ ഗുരുവിൻ്റെതായിട്ടുണ്ട്. അതിൽ 1 2 കൃതികളിൽ മാത്രമാണ് അദ്ദേഹം ദത്തെടുത്ത 5 ദളിത് കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങളുള്ളത്. അതിൽ ആദ്യത്തെ ദളിത് കുഞ്ഞാണ്. അദ്ദേഹത്തിന്റെ പേര് കൊച്ചു ചടയൻ എന്നായിരുന്നു. നാരായണ ഗുരു ആ പേരങ്ങ് മാറ്റി കുഞ്ഞിരാമൻ എന്നാക്കി. കുഞ്ഞിരാമന്റെ നാരായണ ഗുരുവിന്റെ സമാധിക്ക് ശേഷം അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് പുറത്തായി. അതിന് പല കാരണങ്ങളുണ്ട്. ആ പുറത്തായി അദ്ദേഹം നേരെ തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്ത് വന്ന് സി കേശവന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് താമ്രപത്രമൊക്കെ കിട്ടി. അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ ദളിത് മേയർ. 1970 നവംബർ മാസമാണ് അദ്ദേഹം മേയറായി സത്യപ്രതിജ്ഞ. അന്ന് റിസർവേഷനൊന്നും ഇല്ലാതൊരു കാലമാണ്. മേയറാകുന്നു. 1971 നവംബറിൽ അദ്ദേഹം സ്ഥാനമൊഴിയുകയും ചെയ്യുന്നു. ഇത് അദ്ദേഹത്തിന്റെ മക്കളിൽ 2 പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം താമസിച്ച വീട് നിലവിലുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ താമ്രപത്രം, അദ്ദേഹത്തിന് എല്ലാ രേഖകളും നമുക്ക് ലഭ്യമാണ്. പക്ഷേ അത് പുറത്തു പറയുമ്പോൾ അതൊക്കെ കെട്ടുകഥകൾ എന്നാണ്. ഞാൻ ഇതിനെക്കുറിച്ച് 2 ലേഖനങ്ങൾ, 2 ലേഖനത്തിൽ എനിക്ക് വന്ന മറുപടിയും എന്നെ വല്ല ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഈ കെട്ടുകഥ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്നാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത്? അതിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറയാം. അദ്ദേഹത്തെ, അതായത് അതിനകത്ത് പിന്നെ അന്ന് പത്രാധിപർ സുകുമാരൻ ജീവിച്ചിരുന്ന ഒരു കാലം. ഈ അവിടെ ഒരൊറ്റ അംബാസഡർക്കാരെ ഉള്ളു വന്ന് കോർപ്പറേഷൻ ഓഫീസിൽ. ഈ കാലം വർക്ക്ഷോപ്പിലാണ്. എല്ലാ ദിവസവും വർക്ക്ഷോപ്പിലാണ്. മേയർ കുഞ്ഞിരാമൻ പോകുന്ന എന്ന് വാടക വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് കേരളത്തിൽ എഡിറ്റോറിയൽ എഴുതി അവസാനം അന്വേഷണം വന്നു. അന്വേഷണം വന്നപ്പോൾ ഒരു സവർണനാണ് ഡ്രൈവർ. ഒരു പറയ സമുദായത്തിൽപ്പെട്ട ഒരു ആളെയും കൊണ്ട് പുറകിലിരുത്തി ഓട്ടിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് കാർ കൊണ്ടുവന്ന് എന്നും വർക്ക്ഷോപ്പിലിടും. ഇദ്ദേഹം വാടക വേണ്ടി യാത്ര ചെയ്തു. അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ അന്വേഷണമൊക്കെ വന്ന സംഭവം. ഇതൊക്കെ രേഖകളാണ്. പക്ഷെ ഈ രേഖകളെല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഇത് ഐതിഹ്യമാണ്, കെട്ടുകഥയാണ് എന്ന് വിചാരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇന്നുണ്ട്. എനിക്ക് അനുഭവമാണ്. പലരും എന്നെ വിളിച്ച് പറഞ്ഞു. അതുപോലെയാണ് കാണിക്കാരുടെ പറയാം. സാറിനൊക്കെ അറിയാവുന്ന ഒരു സംഭവം നമ്മളൊന്ന് ഹിസ്റ്ററി കോൺഗ്രസിൽ വെച്ച് ചർച്ച ചെയ്യണം. അത് കാണിക്കാർക്ക് ഏതാണ്ട് 38,600 ഏക്കർ പതിച്ചു കൊടുത്ത പട്ടയം നിലവിലുണ്ട്. ഓടതിയിരിക്കുന്ന സാധനമാണ്. പക്ഷെ അത് പുറത്ത് പറയുമ്പോൾ പറയാതെ ഒക്കെ കെട്ടുകഥകളാണ്. അതൊക്കെ അപ്പൊ ഇങ്ങനെ ഐതിഹ്യത്തെ ചരിത്രവൽക്കരിക്കുകയും ചരിത്രത്തെ ഐതിഹ്യവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് ജാതിയെ ഊട്ടി ഉറപ്പിക്കുകയും പരോക്ഷമായി ഊട്ടി ഉറപ്പിക്കുകയും അതിനെ അധികാരത്തിന്റെ ചവിട്ടുപടിയായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കൂടി നമുക്ക് നിലവിലുണ്ട്. കേരളത്തിലാണ്. കേരളത്തിന്റെ കഥയാണ്. നമ്മളൊക്കെ വളരെ സാംസ്കാരിക സമ്പന്നരും വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരമുള്ള ആളുകളുമൊക്കെയാണ്. അവിടെയാണ് നമ്മൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ
മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പത്മനാഭൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞതുപോലെ പുരോഗമനം പറയുന്ന പലരുടെയും പുറത്തൊന്ന് ചുരണ്ടു നോക്കിയാൽ ജാതിയുടെ നിറം തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്കും ബോധ്യം വന്നിട്ടുള്ളത്. ഞാൻ നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. കൃഷ്ണപിള്ള സെൻ്ററിൻ്റെ വാർഷിക സമ്മേളനവും ബ്രൂണോ അനുസ്മരണ പരിപാടിയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷം വഹിച്ച ശ്രീ PS പ്രദീപ് സാറ്, ഉദ്ഘാടനം നടത്തിയ P രാമൻകുട്ടി സാറ്, വ്യത്യസ്ത വിഷയങ്ങളിൽ വളരെ ആഴത്തിൽ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ച ശ്രീ P കാർത്തികേയൻ സാറ്, പ്രൊഫസർ P കാർത്തികേയൻ സാറ്, ഡോക്ടർ P മുരുകദാസ് സാറ്, അഭിവാദ്യങ്ങൾ അർപ്പിച്ച വെള്ളനാട് രാമേന്ദ്രൻ സാറ്, ഡോക്ടർ ജിയോമാർ സാറ്, ശ്രീ മോഹൻ ഗോപാൽ സാറ്, ശ്രീമതി രേണുകാദേവി, നമ്മുടെ ആദരവേറ്റുവാങ്ങിയ സരിയു മാനവള്ളി, ഇതിൻ്റെ ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ NK ഇസാഖ്, സ്വാഗതം ആശംസിച്ച ശ്രീ സത്യദാസ് തുടങ്ങി ഈ സമ്മേളനം വളരെ നല്ല രീതിയിൽ വീക്ഷിച്ചുകൊണ്ടിരുന്ന മുഴുവൻ പേർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വരാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെയായിരുന്നു. ചിലപ്പോൾ ഞാൻ കാത്തു നിൽക്കാറുണ്ട്. നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ വരുമ്പോഴത്തെ ഒരു പരിപാടി പാലിലേക്ക് നിൽക്കും. എല്ലാത്തിനും ഒരു പരിപ്പമാണ് തരുന്നത്. അപ്പോൾ ആദ്യം ഒരു ബാഗ് എൻ്റെ കയ്യിൽ കിട്ടും. അതും അങ്ങനെയാണ്. ആ ബാഗിനകത്ത് ഒരു ജോഡി ഡ്രസ്സും കാണും, ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു മുറിയും കാണും. മുറിച്ചിട്ടാണ് കൊണ്ടുവരും, ഫുള്ളായിട്ട് കൊണ്ടുവരില്ല. അത് ആദ്യം തരും. അത് കഴിഞ്ഞിട്ട് താവട്ടാണ് കൈ കെട്ടി കൊടുക്കണം. പിന്നെ അവിടെ നാട്ടിലെ വലിയ കഴിക്കും. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറയും ആദിവാസി എല്ലാ കാലങ്ങളിലും പതിവ്